സാർ, പല പുതിയ സർവേകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ അടുത്ത തവണ UDF അധികാരത്തിൽ വരുമെന്നാണ്. അത് നടക്കാനുള്ള സാധ്യതയുണ്ടോ? അതെല്ലാം പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു സ്വപ്നം നടക്കുമോ? അത് ഇപ്പോൾ ആലിങ്ക പഴുത്ത് നിൽക്കുക. പക്ഷെ കഴിക്കേണ്ട കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ഥിതിയാണ് ഇപ്പോൾ UDFന്. ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിരുദ്ധ തരംഗമൊക്കെ ഉണ്ട്. പക്ഷേ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് കഴിയണ്ടേ? അവർക്ക് എന്തെല്ലാം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ട്, അതായത് കഴിഞ്ഞ ദിവസം വരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ, മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രൂവറിക്കുള്ള അനുമതി കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം MN സ്മാരകത്തിൽ വെച്ച് CPIയുടെ അത് പുതുതായി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ആദ്യ LDF യോഗം അവിടെ ചേർന്നു. അവിടെ പ്രതിഷേധം അറിയിച്ചു ഇവരെ ഈ ബ്രൂവറിക്കുള്ള അനുമതിയുടെ കാര്യത്തിൽ. പിണറായി വിജയൻ്റെ നോട്ടത്തിന് മുമ്പിൽ ബിനോയ് വിശ്വം കീഴടങ്ങി. അത് CPI വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഘടകകക്ഷിയായ RJDയും. അപ്പം ഭരണകക്ഷിയിലെ രണ്ട് കക്ഷികൾ പരസ്യമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ച് നിൽക്കുന്നു. എന്നിട്ട് അത് മുതലെടുക്കാനായിട്ട് ഈ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. 2, കിഫ്ബി വഴി നിർമ്മിച്ച റോഡുകളിൽ ടോൾ പിരിക്കാൻ അതിലും ശക്തമായ എതിർപ്പുണ്ട്. ഇതും മുതലെടുക്കാനായിട്ട് പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. വടി കൊടുത്തിരിക്കുകയാണ് ഭരണകക്ഷി തന്നെ. മുന്നണിക്കകത്ത് തന്നെ ഇതൊരു പ്രശ്നമായി നിലനിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അതിന് മുന്നോട്ട് കൊണ്ടുപോകാനോ ജനങ്ങളെ അണിയിച്ച് അണിനിരത്തി ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കാനോ കഴിയുന്നില്ല. ഈ ഭരണകക്ഷിയിലുള്ള 2 ഘടകകക്ഷികൾ തന്നെ വടിയെടുത്ത് കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ. എന്നിട്ട് ഇവർക്ക് കൈ പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? അവിടുത്തെ പോര് കഴിയണ്ടേ? ശശി തരൂർ എന്തോ കാര്യം പറഞ്ഞെന്നും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി. അവരെല്ലാം അപ്പോൾ ഒന്നായി, കോൺഗ്രസ്സുകാരെല്ലാം. തരൂർ ഇപ്പം മാറി എന്ന് കൈകൊട്ടിച്ചിരിക്കുകയാണ്. ഞാൻ കാരണം കോൺഗ്രസ്. ഇതിലെ ഏറ്റവും വലിയ തമാശ ഇപ്പോൾ ഈ പിണറായിക്കെതിരെയല്ല VD സതീശനും ഈ K മുരളീധരനും രമേശ് ചെന്നിത്തലയെല്ലാം ഇങ്ങനെ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വരികയാണ്. ആരെ? ശശി തരൂരിനെ എതിർക്കുവാനാണ്. അതാണ് തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാൻ കാരണം കോൺഗ്രസിനകത്ത് വലിയ ഐക്യം ഉണ്ടായി എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് കൈകൊട്ടിച്ചിരിക്കുകയാണ്. എത്ര അവസരങ്ങൾ ഈ പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ എണ്ണ ഇട്ട് പറയാം. ഇപ്പോൾ റാഗിങ് ഇങ്ങനെ നിരന്തരമായിട്ട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല ഇതിനെതിരെ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല? SFIക്കാരാണ് മുഴുവൻ. ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥൻ്റെ കാര്യം തന്നെ നോക്കുക. സിദ്ധാർത്ഥൻ മരിച്ചിട്ട് 1 വർഷമായി. കഴിഞ്ഞ ദിവസം ഇന്നലെ ആ ഒരു വിഷയം വെച്ചുകൊണ്ട് ഇവർ മുമ്പോട്ട് കയറാത്ത എന്ത്? പിന്നെ നവീൻ ബാബുവിൻ പ്രശ്നം, അത് CBI അന്വേഷണമൊന്നുമില്ല. എല്ലാം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നവീൻ ബാബു പ്രശ്നത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പം നിന്നു. കണ്ണൂരി കമ്മിറ്റിയുമായിട്ടൊക്കെ ചില വിയോജിപ്പുകളൊക്കെ ആദ്യം വന്നു. ഇതൊന്നും വേണ്ട തരത്തിൽ പ്രതിപക്ഷം മുതലെടുത്തില്ല. പിന്നെ കേരളിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ കുറേ നാളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ADGP അജിത് കുമാറിനും P ശശിക്കുമെതിരെ അതിശക്തമായ ആരോപണവുമായിട്ടല്ലേ PV അൻവർ രംഗത്ത് വന്ന് കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്? വെട്ടിത്തുറന്ന് പറയുകയുണ്ടായില്ലേ? PV അൻവർ CPM വിട്ടു, MLA സ്ഥാനം രാജിവെച്ചു, തൃണമൂൽ കോൺഗ്രസിൽ പോയി. അദ്ദേഹത്തെയും മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന് ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നല്ലോ. പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ വൈദ്യുതി കരാറിലെ അഴിമതി. അതിനകത്തും ഭരണകക്ഷിക്ക് ചില ഘടകകക്ഷികൾക്ക് എതിർപ്പുണ്ട്. പിന്നെ നിരന്തരമായിട്ട് റേഷൻ മുടക്കം ഉണ്ടാകുന്നുണ്ട്. സപ്ലൈകോയിൽ സാധനങ്ങളില്ല. സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരിടമാണ്. 13 ഇനങ്ങൾക്ക് സബ്സിഡി ഉണ്ട്. ആ സബ്സിഡിയുള്ള ഇനങ്ങളിൽ തന്നെ ഇടയ്ക്ക് പലവട്ടം വിലവർധനവുണ്ടായി. പിന്നെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വിലക്കയറ്റം നിരന്തരമായിട്ട് അടിക്കടി വിലക്കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. പിന്നെ ഈ സമീപ സമയത്ത് കേരള ബജറ്റിലെ വൻ വർധനവ്, ഭൂനികുതിയിൽ വലിയ വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ കമാന്നൊരക്ഷരം ഈ കോൺഗ്രസ്സുകാരെന്നല്ല പ്രതിപക്ഷത്തുള്ള ഒരുത്തന്മാർ ഒരക്ഷരം പോലും പറഞ്ഞില്ല. പതിവ് പോലെ ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ അന്ന് ജനവിരുദ്ധ ആയ ബജറ്റാണ് പ്രസ്താവന. അവിടെ ഇരുന്ന് മീഡിയ റൂമിലിരുന്ന് വാതോരാതെ ചപ്പളാച്ചി അടിച്ചിട്ട് പോയി.
പോവുകയും ചെയ്തു. ഈ നിയമസഭയ്ക്കകത്ത് മാത്രം കടന്ന് കുറെ കുരയ്ക്കും. അതെന്തോ അവിടെ കുഴപ്പമാണ്, വേർക്കണ്ട, ശീതീകരിച്ച മുറിക്കകത്ത് പിണറായിയുടെ ഐശ്വര്യമാണെന്ന് തോന്നുന്നു അല്ലേ ഈ പ്രതിപക്ഷം. അത് ഇവര് ഗുണം പിടിക്കാൻ പോകുന്നില്ല. ഇവര് അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 2026 പിന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് തന്നെ വി ഡി സതീശന് ഇരിക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ സതീശനെ മാറ്റിയിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമുണ്ട്. ഈ കോൺഗ്രസിന്റെ ഈ അപജയം മുതലാക്കാൻ BJPക്കും കഴിയുന്നില്ലല്ലോ. BJPക്കും വേണ്ട തരത്തിൽ കഴിയുന്നില്ല. പക്ഷെ അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഇറങ്ങുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ് ഒതുങ്ങിക്കൊണ്ടിരിക്കുക. കോൺഗ്രസിനെ ഒതുക്കാനായിട്ട് BJP കേന്ദ്ര നേതൃത്വം തന്നെ കേരളത്തിലെ CPM-ഉമായിട്ട് ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ട് എന്ന് ഒരു പിന്നാമ്പുറ വർത്തമാനം വളരെ കാലമായിട്ട് കേൾക്കുന്നതാ. അതിപ്പോ ഒന്നുകൂടെ ശക്തിപ്പെടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. തൃശ്ശൂരിൽ അത് കണ്ടതായി തന്നെ പറയുന്നുണ്ട്. ഇനിയിപ്പോ ഞാനിവിടെ ചില കാര്യങ്ങൾ നിരത്തി വെച്ചില്ലേ, അതിലെ ചില കാര്യങ്ങളൊക്കെ CPM ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്യും, അത് നടപ്പിലാക്കും. എന്താ നടപ്പിലാക്കാൻ പോകുന്നത്? ഈ ഓണക്കാലമാകുമ്പോഴത്തേക്കും പിന്നെ അത് കഴിയുമ്പോഴായിരിക്കും, ആ സമയത്താണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത്. സപ്ലൈകോയിലെ സാധനങ്ങളെല്ലാം എത്തിക്കും. അതുപോലെ തന്നെ വിലക്കയറ്റം അല്പമൊക്കെ പിടിച്ചു നിർത്തും. ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ഈ ക്ഷേമ പെൻഷന്റെ കാര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് പോലും ഇവർക്ക് സമരം ചെയ്യാമായിരുന്നല്ലോ. ഇവരെക്കാൾ നല്ല പോലെ സമരം ചെയ്തതാണല്ലോ നമ്മുടെ മറിയക്കുട്ടി, അടിമാലിയിലെ മറിയക്കുട്ടിയൊന്നും മറക്കാൻ കഴിയുന്നില്ലല്ലോ. വി ഡി സതീശനെ മറന്നാലും മറിയക്കുട്ടിയെ മറക്കാൻ പോകുന്നില്ല. ആ സ്ത്രീ നടത്തിയ സമരം മാത്രം മതി. അവരെ മുന്നിൽ നിർത്ത്. അതും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു നിരവധി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവസാന കാലഘട്ടത്തിൽ തന്നെയാണല്ലോ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായത്. സ്വർണ്ണക്കടത്ത് അല്ലേ, പിന്നെ പിണറായി വിജയൻ്റെ മകളെക്കുറിച്ചുള്ളത്, അതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ച്, അങ്ങനെ പാർട്ടിക്കെതിരെ നിരവധി പ്രശ്നങ്ങളാണ് മുമ്പോട്ട് വന്നത്. ഇതൊന്നും മുതലെടുക്കാനായിട്ട് ഈ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞില്ല. ഇതിനിടയ്ക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ, അതായത് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും ഇവർക്ക് ഭൂരിപക്ഷം വർദ്ധിച്ചു. ആ ഭൂരിപക്ഷം വർദ്ധിച്ചതിൻ്റെ വേറൊരു കാരണം കൂടെ നമ്മൾ പറയണം. പുതുപ്പള്ളിയിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയോടുള്ള ഒരു സ്നേഹമാണ് മുഴുവൻ കണ്ടത്. അത് നമ്മൾ തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ നടത്തിയ വിലാപയാത്രയിൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു ജനവികാരം മുഴുവൻ പുതുപ്പള്ളിയിൽ വോട്ടായിട്ട് മാറി. പിന്നെ തൃക്കാക്കരയിൽ അവർക്ക് ഭൂരിപക്ഷം വർദ്ധിച്ചുവെങ്കിൽ അത് PT തോമസിനോടുള്ള ഒരു സ്നേഹപ്രകടനമാണ്. PT തോമസ് വളരെ ജനകീയനായിരുന്നു. സഭക്കാരൊക്കെ അദ്ദേഹത്തിന് ശവമഞ്ചം തീർത്തതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. പക്ഷെ അദ്ദേഹത്തിന് വേറെ ജനകീയതയുണ്ട്, അത് കിട്ടി. പിന്നെ പാലക്കാട് കിട്ടിയതായിരിക്കും. പാലക്കാട് അവിടെ മറ്റ് പലതരത്തിലുള്ള BJPക്കകത്തെ കലഹവും ഒക്കെ ഇവിടെ കോൺഗ്രസ്സുകാർക്ക് അത് കൂടുതൽ അനുകൂലമായിട്ട് മാറി. സന്ദീപ് വാര്യരുടെ വോട്ട് കുറഞ്ഞപ്പോൾ അവിടെ വർദ്ധിച്ചു എന്നുള്ളതാണ്. പിന്നെ ചേലക്കരയിൽ എന്താ ഉണ്ടായി? ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം പ്രകടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ BJP അവിടെ കുറെ വോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ രണ്ടിടങ്ങളിൽ അവർക്ക് ആ മരിച്ച അവരോടുള്ള നേതാക്കന്മാരോടുള്ള ആദരവായിരുന്നു UDFന് വോട്ട് കൂടിയത്. അല്ലാതെ ഇവരോടുള്ള നല്ല പ്രതിപക്ഷമാണ് എന്നുള്ള രീതിയിൽ ഒന്നുമല്ല. മിക്കവാറും എനിക്ക് തോന്നുന്നു വി ഡി സതീശന് ഇനിയും പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാനുള്ള യോഗമുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തല എന്തെങ്കിലും വഴി തേടുമെന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് വയസ്സ് 10-70 ആകുകയാണ്. ഈ 2026 അധികാരം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇനി എന്നാ? പിന്നെ ഒരുപക്ഷെ 5 വർഷം കാത്തിരിക്കണം. 5 അല്ല, ചിലപ്പോൾ 3 ഇരുന്നാൽ മതി. കാരണം 29-ൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരുവാണെങ്കിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അന്നേരവും കോൺഗ്രസ് അതിനു മുമ്പ് തീരും. അപ്പോൾ മിക്കവാറും BJPയുടെ ഏതെങ്കിലും കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് പോയി ഇരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ്സിലെ പല വഴികളിലൂടെ താറുമാറാവുകയും ചെയ്യുമെന്നത് ഉറപ്പാണ്. അപ്പോൾ അവസരങ്ങൾ പലത് കിട്ടിയിട്ടും ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇവർ പ്രതിപക്ഷം വലിയ പരാജയം തന്നെയാണ്. മാത്യു കുഴൽനാടനൊക്കെ എന്തെല്ലാം വിഷയങ്ങൾ സഭയിലും ഒക്കെ കൊണ്ടുവന്നു. ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല. ജനകീയ പ്രക്ഷോഭം നടത്തുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല. മറിച്ച് നമ്മൾ ആലോചിക്കണം, CPM LDF ആയിരുന്നു പ്രതിപക്ഷ സ്ഥാനത്ത് ഉണ്ടെങ്കിൽ കേരളം എത്രയോ മുമ്പ് തന്നെ കത്തുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ഇവർ നല്ല പ്രതിപക്ഷം അല്ല എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.